ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശബ ആശിഷമേകും വിശുദ്ധ ദിനം ആശിഷമേകും വിശുദ്ധ
ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. സ്തുതിപ്പിൻ ആത്മാ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവ്വമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. താതൻ സുതൻ ശുദ്ധാത്മനേ, ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവാത്മാവ് ഈ പ്രത്യേക സമയത്ത് അധ്യക്ഷം വഹിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തിക്കുന്ന 34 സങ്കീർത്തനം 1 മുതൽ 3 വരെ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ ദൈവത്തിൻ്റെ ഈ ആരാധനാ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് AP സെക്ഷൻ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായി ആരാധനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശബത്ത് ആരാധനയുടെ ആശംസകൾ നേരുന്നു. AP സെക്ഷൻ്റെ യൂട്യൂബ് പേജിലൂടെ നിങ്ങൾ കാണുന്ന ഈ ശബത്ത് ആരാധനാ ശുശ്രൂഷകൾ നിങ്ങൾക്കേവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് മാത്രമല്ല മറ്റ് അനേകർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങളേവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അനേകരിലേക്ക് എത്തിച്ചേരുവാൻ അത് ഞങ്ങൾക്ക് ഒരു സഹായമായി തീരും. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാസംഗികനെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് വചന ശുശ്രൂഷ നൽകുന്നത് പാസ്റ്റർ AJ ടിറ്റോ അവർകളാണ്. അദ്ദേഹം നോർത്ത് കേരളത്തിൻ്റെയും സൗത്ത് കേരളത്തിൻ്റെയും മുൻ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും അതുപോലെ സദേൺ ഏഷ്യ ഡിവിഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് പബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ഒരു മാന്യ അദ്ദേഹമായിരിക്കും ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർപ്പിക്കുന്നു. ആരാധനയുടെ തുടർച്ചയായിട്ട് നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രതിഗാനങ്ങളിൽ നിന്നും 89-ാമത്തെ പാട്ട് നമുക്ക് പാടാം. 89-ാമത്തെ പാട്ട് ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജ എന്നുള്ള പാട്ട്. ഉണർവിൻ
ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാ ഇഴകളിൻ സഭയിൽ വന്നിടണേ ദയവാ ഇഴകളിൻ സഭയിൽ ഉണർവറ്റുറങ്ങുന്നയ്യോ മറന്നു തിരുകൃപകൾ ഉണർവറ്റുറങ്ങുന്നയ്യോ മറന്നു തിരുകൃപകൾ പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥ പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാ ഇഴകളിൻ സഭയിൽ വേട്ടയാൽ ഓടിത്തളർന്ന പേടമാൻ പോലിതാ ഞാൻ വേട്ടയാൽ ഓടിത്തളർന്ന പേടമാൻ പോലിതാ ഞാൻ വരുന്നു ആദര വാഴ്ത്തിരു സവിതേ ആശ്വാസദായകനേ വരുന്നു ആദര വാഴ്ത്തിരു സവിതേ ആശ്വാസദായകനേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാ ഇഴകളിൻ സഭയിൽ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ അനുദിനമൊരുക്കണമേ അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ അനുദിനമൊരുക്കണമേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവാ ഇഴകളിൻ സഭയിൽ ആ പ്രകാരം നിൽക്കുമ്പോൾ വേദവായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ളതായ ഭാഗമാണ്. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് നാം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ,
തിരുനാമ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ സന്നദ്ധയിൽ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വന്ന അങ്ങയെ പാടി സ്തുതിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ ധ്യാനിപ്പാൻ അടിയങ്ങൾക്ക് ലഭിച്ചതായ ഈ വലിയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് അവിടെ നൽകണമേ. മറഞ്ഞിരിക്കുന്നതായ വചനം അടിയങ്ങൾ കേൾക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അവിടെ ശക്തിയിരിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് കർത്താവെ, നൂറുമേനി ഫലം കായ്ക്കുന്നവരായി ഈ ലോകത്ത് കർത്താവ്, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് അത്ഭുത വെളിച്ചം പ്രകാശിപ്പിക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകമന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ ലാക്കാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കർത്താവെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ സമയത്ത് സഹോദരി എമിലി സാറ ജോർജിൽ നിന്ന് ഒരു പ്രത്യേക ഗാനം നമുക്ക് ശ്രവിക്കാവുന്നതാണ്.
മനോഹരമായ ഗാനമാലപിച്ച സഹോദരി എമിലി സാറ ജോർജിന് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം സഹോദരിയെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്റർ AJ ടിറ്റോ ആറാട്ടുകുളം പ്രത്യേകമായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഈ വിശുദ്ധ ശബദിൻ്റെ ധന്യമായ മണിക്കൂറുകളിൽ നിങ്ങളെവരെയും കാണുന്നതിനും ദൈവവചനത്തിൽ നിന്ന് അല്പസമയം പരിചിന്തനം ചെയ്യുന്നതിനും തന്നിരിക്കുന്ന അവസരത്തിന് ആലപ്പുഴ പത്തനംതിട്ട സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഭാരവാഹികൾ, പ്രത്യേകിച്ച് പാസ്റ്റർ P. വർഗീസ്, ജോൺ, അവരോട് ബന്ധപ്പെട്ട എല്ലാ ഭരണാധികാരികളെയും, അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുന്ന പാസ്റ്റർ രാജേഷ് ശശിധരൻ, അവരുടെ ടീം അംഗങ്ങൾ, ഗായകർ, ഗായികമാർ, അവരെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നാം സുപ്രധാനമായ ഒരു സമയത്ത് ജീവിക്കുന്നവരാണ്. സുപ്രധാനമായ ഈ സമയം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലോകം മുഴുവൻ ഭീതിജനകമാണ്, ലോകം മുഴുവൻ ഭയചകിതമാണ്, ലോകം മുഴുവൻ സംഭിതമാണ്. The entire world is frightened. The entire world is in a very pathetic and disturbed situation. മുഴു ലോകവും സംഭിതമായി നിൽക്കുന്ന ഈ മധ്യാഹ്നത്തിൽ ഒരു സുപ്രധാന വിഷയത്തെ അധികരിച്ച് കുറച്ച് സമയം ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഷയം പത്രോസിൻ്റെ മതം, ദ റിലിജിയൻ ഓഫ് പീറ്റർ. വളരെ തെറ്റിദ്ധാരണ ലോകത്തിലുണ്ടാക്കുന്ന ഒരു തലക്കെട്ടാണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മതങ്ങൾ അനേകങ്ങളുണ്ട്. ലോകത്തിലെ സുപ്രധാന മതങ്ങളായ ഇസ്ലാം മതമോ, ഹൈന്ദവ മതമോ, ബുദ്ധമതമോ, ജൈനമതമോ, സിഖ് മതമോ, പാർസി മതമോ, അതിനോട് ബന്ധപ്പെട്ട് ലോകവ്യാപകമായ ക്രിസ്തീയ മതം, അതിൻ്റെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശാഖകൾ, വിവിധ ഡിനോമിനേഷനുകൾ, വ്യത്യസ്ത സഭകൾ, വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങൾ, ഇപ്രകാരം തിങ്ങി നിറഞ്ഞ ഒരു ലോകത്തിൽ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ഈ ലോകത്തിൽ, സാംസ്കാരിക സംഘടനകൾ, അതുപോലെ നിരീശ്വര പ്രസ്ഥാനങ്ങളെല്ലാം ലോകവ്യാപകമായി പന്തലിച്ച് വളരുന്ന ഈ കാലഘട്ടത്തിൽ പത്രോസിൻ്റെ മതം, ഒരു മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് യേശുക്രിസ്തുവിനെ പിന്തുടർന്നത് മൂലം, അവൻ യേശുവിനെ കണ്ടുമുട്ടിയത് മൂലം പത്രോസ് എന്ന മീൻപിടുത്തക്കാരൻ രൂപാന്തരപ്പെട്ടൊരു കഥയാണ് വേദപുസ്തകത്തിലുള്ളത്. ആയതിനാൽ ഇന്ന് ലോകവ്യാപകമായ റോമൻ കത്തോലിക്ക പള്ളി ചൂണ്ടിക്കാണിക്കുന്നത് പത്രോസാണ് ആദ്യത്തെ പോപ്പ് എന്നാണ്. ഇന്നത്തെ വത്തിക്കാൻ കേന്ദ്രീകരിച്ചുള്ള റോമൻ മതം, അതിൻ്റെ ആദ്യ പോപ്പായ പത്രോസ് വാസ്തവത്തിൽ പോപ്പായിരുന്നോ, അഥവാ പത്രോസ് പഠിപ്പിച്ചത് വ്യത്യാസമേറിയതാണോ എന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോവുകയാണ്. പത്രോസിൻ്റെ മതത്തെപ്പറ്റി ആദ്യം ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 18ഉം 19ഉം വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വായിക്കാൻ പോവുകയാണ്. നീ പത്രോസാകുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു, എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, സ്വർഗത്തിന്റെ താക്കോൽ, ഐ ഗിവ് യു ദ കീസ് ഓഫ് ഹെവൻ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗത്തിൽ. ഇത്
ലോകവ്യാപകമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കി രൂപീകരിച്ചിരിക്കുന്ന ഒരു വേദപുസ്തകത്തെ വൈകല്യമായിട്ട് ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് തിരുവചന ഭാഗങ്ങളാണ്. These two verses have been distorted, and as a result systems have been produced and originated in the world. Religions have been set up on these verses. ആഗോള വ്യാപകമായ റോമൻ കത്തോലിക്ക പ്രസ്ഥാനം സഭ പറയുന്നത് പത്രോസ് ആയ പാറമേൽ സഭയെ കെട്ടിപ്പണിതിരിക്കുന്നു. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പത്രോസ് പാറയാണോ? പത്രോസ് എന്ന പാറമേലാണോ സഭ പണിതിരിക്കുന്നത്? വേദപുസ്തക വചനം നമുക്ക് വീണ്ടും പരിശോധിക്കാം. വിശുദ്ധ മത്തായി 16:18 നമുക്ക് ശ്രദ്ധയോടുകൂടെ ലെറ്റ് us keenly analyze the scripture. 16:18 നീ പത്രോസ് ആകുന്നു. വായിക്കും. നീ പത്രോസ് ആകുന്നു. You are Peter. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. On this rock I will build up my church. പാതാള ഗോപുരങ്ങൾ അതിനെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ പത്രോസ് പാറ എന്ന് വേദപുസ്തകം ചൂണ്ടി. യു ആർ പീറ്റർ. രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പെട്ര എന്നും രണ്ട് പെട്രോസ് എന്നുമുള്ള രണ്ട് പദങ്ങൾ. പെട്ര എന്നുള്ള പദം ചൂണ്ടിക്കാണിക്കുന്നത് ഉരുളൻ കല്ലെന്നാണ്. യു ആർ പീറ്റർ, യു ആർ പെട്രോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അർത്ഥം നീ പത്രോസ് ആകുന്നു. പത്രോസ് എന്ന അതികായനായ മനുഷ്യൻ, ചിലപ്പോൾ നമ്മൾ 5-10 പേരെ ഒരുമിച്ചെടുക്കുവാൻ സാധിക്കുന്ന വൈകാരിക മസിൽ പവറുള്ള വലിയ വ്യക്തിത്വം, വലിയ മീൻപിടുത്തക്കാരൻ, കർത്താവിനോടുകൂടെ സഞ്ചരിച്ച് കർത്താവിനെ വളരെ നിർഭാഗ്യവശാൽ തള്ളിപ്പറഞ്ഞ് ശേഷം മാനസാന്തര ആ ബലിഷ്ഠനായ പത്രോസ് വീണ്ടും കർത്താവിനെ കണ്ടുമുട്ടി. അതോടുകൂടെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായം ഉടലെടുക്കുകയാണ് പെന്തക്കോസ്ത്. നിങ്ങൾക്ക് 2-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ 41-ാമത്തെ വാക്യം മുതൽ നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. 2-ാമത്തെ അധ്യായം 41 മുതൽ. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് അവർ അപ്പം നുറുക്കിയും അതുപോലെ അവർ ഒരു അനുഷ്ഠാന മതത്തെ പറ്റിയല്ല. ഒന്നുകൂടെ വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 3000-ഓളം പേർ അവർ ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 വസ്തുതകള് അപ്പോസ്തലിക സഭയുടെ ചില അടയാളങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും വരും. പത്രോസ് അപ്പോസ്തലൻ, ആ ബലിഷ്ഠകായനായ മനുഷ്യൻ, ആ മീൻപിടുത്തക്കാരൻ കർത്താവിനെ കണ്ടുമുട്ടിയതോടുകൂടെ മനുഷ്യരെ പിടുത്തക്കാരനായി രൂപാന്തരപ്പെട്ട വലിയ ചരിത്രം. അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ 2 ലേഖനങ്ങളിൽ അദ്ദേഹം പാറ ആയിരുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെയല്ല. 1 പത്രോസ് 2:9 പത്രോസ് അപ്പോസ്തലൻ എന്ത് പ്രഖ്യാപിച്ചുവെന്ന് നമ്മൾക്ക് തിരുവചനത്തിലൂടെ ശ്രവിക്കാം. നാം 1 പത്രോസ് 2:9 വായിക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട, ഇതാണ്
പത്രോസിൻ്റെ മതം. ഇതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരണം? വിശുദ്ധ മത്തായി 16:19 വാക്യം വായിക്കാം. മാത്യു 16th chapter and verse 19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതും ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയോടുകൂടെ ഉപയോഗിക്കുന്ന അനവധി റോമാൻ കത്തോലിക്ക പുരോഹിതന്മാരും ശ്രേഷ്ഠ പ്രസംഗകന്മാരും അതുപോലെ മറ്റിതരരും പ്രൊട്ടസ്റ്റാന്റ് പ്രസംഗകന്മാരും എല്ലാം തെറ്റിദ്ധരിച്ച് ഉപയോഗിക്കുന്ന ഒരു തിരുവചനം. ഇന്ന് നമ്മൾ ഇതിൻ്റെ സ്ഥായിയായ അർത്ഥത്തെ നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കും. പത്രോസ് ചിലതെല്ലാം കെട്ടി, ചിലതെല്ലാം അഴിച്ചു. പത്രോസ് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ 1-2 ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പത്രോസ് അങ്ങനെ കെട്ടുകൾ അധികമായിട്ട് കെട്ടിയതായിട്ട് നമുക്ക് കാണുന്നില്ല. അധികമായി അഴിച്ചതായിട്ട് പത്രോസ് അപ്പോസ്തലൻ സ്ഥായിയായി വിശുദ്ധീകരണത്തിന് വേണ്ടി വാദിച്ച ഒരു വലിയ ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 2 ലേഖനങ്ങൾ വളരെ സ്ഥായിയായ ചില ആശയങ്ങളെ പ്രതിപാദിക്കുകയാണ്. ആ സ്ഥായിയായ ആശയങ്ങളിലൊന്ന്, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ എളിയ പടയാളികളായിട്ട് വിശുദ്ധീകരണത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് സഞ്ചരിക്കണം എന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് കെട്ടിയിരിക്കുന്നത്. 1 പത്രോസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ സുപരിചിതമായൊരു തിരുവചന ഭാഗമാണ്. 1 പത്രോസ് 3-ാമത്തെ 1 Peter 3:1-3 വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ഇവിടെ നമ്മൾ വിശുദ്ധ വിവാഹവേദികളിലും മറ്റും ഉരുവിടുന്ന ഒരു തിരുവചന ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുന്നത്, അദ്ദേഹം കെട്ടിയിരിക്കുന്ന സ്ഥിരമായ ഒരു ആശയം, അവിശ്വാസികളായ ഭർത്താക്കന്മാരെ അറിയാതെ കെട്ടുകയോ അഥവാ ഇണയില്ലാപ്പിട ചേരുകയോ ചെയ്യുന്നുവെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ അവിശ്വാസി എന്നുള്ള പട്ടികയിലാണെങ്കിൽ നിങ്ങളുടെ നടപ്പും, നിങ്ങളുടെ വിശ്വാസിയായ നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ രീതികളും കണ്ട് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള ഒരു ജീവിതചര്യ പിന്തുടരുന്നതിന് ക്ഷണിക്കുന്ന അപ്പോസ്തലനായ പത്രോസ്. അതാണ് പത്രോസിൻ്റെ മതം. വേദപുസ്തകം പത്രോസിൻ്റെ മതം ഒരു റോമാ മതമല്ല. പത്രോസ് ഒരിക്കലും പാറയിൽ 1 കൊരിന്ത്യർ 10:4 പാറ യേശു ക്രിസ്തുവാണെന്ന് സുവ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തും. 1 കൊരിന്ത്യർ 10:4. നമുക്ക് 1 Corinthians 10:4 എന്താണ്? എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. That rock was Jesus the Christ. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പാറ യേശു ക്രിസ്തുവാണെന്നാണ് രേഖപ്പെടുത്തുന്നത്. സങ്കീർത്തനം 46 ആ പാറയുടെ അത്ഭുതാവഹമായ സംരക്ഷണ ശക്തിയെ പ്രതിപാദിക്കുന്നു. 46 1-2 സങ്കീർത്തനക്കാരൻ ആ പാറയുടെ സുനിശ്ചിതാവസ്ഥ, the solidity and solidarity of that rock, അത് നിങ്ങൾ അതേ 46 1-2
ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. മുന്നോട്ട് ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് ശ്രമിക്കാം. ആ പാറ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവായിരുന്നു. നിങ്ങൾക്ക് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി വാസക്കാലത്തെ പറ്റി ചിന്തിക്കാം. മോശെ എന്ന ദൈവിക മനുഷ്യൻ, അഹരോൻ എന്ന ആ മഹാപുരോഹിതൻ, മിറിയം എന്നുള്ള ദൈവിക പ്രവാചികയായ സഹോദരി, ഇവരെല്ലാം സ്ഥിരതയോടെ സഞ്ചരിച്ചു. ശേഷം നിങ്ങൾക്ക് മാറയിലെ അനുഭവത്തെപ്പറ്റി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാറയോട് ആവശ്യപ്പെടുവാൻ പറഞ്ഞപ്പോൾ മോശ അറിയാതെ സ്പർശിക്കുന്നു, തട്ടുന്നു. മോശയ്ക്ക് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് സാധിച്ചില്ല. അത്ഭുത ദൈവമനുഷ്യനായ ഏകദേശം 40, 50, 60 ലക്ഷം ജനത്തെ നയിച്ച ഏറ്റവും വലിയ വിമോചകനായ മോശയ്ക്ക് കനാനിലേക്കും സ്വർഗത്തിലേക്കും കടക്കുവാൻ സാധിക്കാതെ വന്നത് ആ പാറമേൽ അവൻ അറിയാതെ തട്ടി പാറയോട് ആവശ്യപ്പെടുവാനാണ് ദൈവനിർദ്ദേശം. The command was request and plead to the rock, because that rock is Jesus, the unchangeable Jesus. പത്രോസിന്റെ മതം യേശുക്രിസ്തുവായ പാറമേൽ കെട്ടിപ്പടുത്ത ലോകവ്യാപകമായ അപ്പോസ്തലികമായ അപ്പം നുറുക്കിക്കൊണ്ട് അതും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പദമാണ് ബ്രേക്കിംഗ് ബ്രെഡ് എന്നുള്ളത്. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 27 മുതലായത് അനവധി തെറ്റിദ്ധാരണാജനകമായിട്ടിന്ന് ഈ പുരോഗമനവാദികൾ അഥവാ വേദപുസ്തകത്തെ പിന്തുടരുന്നെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നുറുക്ക് തിരുവത്താഴത്തെ കൂടാതെ ഭക്ഷണം കഴിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നൊരു പദമാണ്. ബ്രേക്കിംഗ് ബ്രെഡ് denoted the Holy Communion as well as the eating process. വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് പത്രോസിന്റെ മതം ദൈവകൽപ്പനകളിൽ അധിഷ്ഠിതമായിരുന്നു. വെളിപ്പാട് 12:17 ദൈവത്തിന്റെ സഭയ്ക്ക് പത്രോസിന്റെ മതത്തിന് ഒരു സുപ്രധാന ഒന്നാമത്തെ അടയാളം, the sign number 1 or the feature number 1 is ദൈവകൽപ്പനയിൽ അധിഷ്ഠിതമാണ് ആ മതം. 12:17 മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും the commandments of God, those who keep the commandments of God, യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി, those who have the testimony of Jesus. യേശുവിൻ 2 അടയാളങ്ങളാണ്. ദൈവത്തിന്റെ ആഗോള വ്യാപകമായ അപ്പോസ്തലികമായ the universal church has 2 features. ആ ഫീച്ചറിന് ലോകവ്യാപകമായിട്ട് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ രംഗപ്രവേശം ചെയ്ത് 2300 ഭാഷകളിൽ എല്ലാ ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിച്ചുകൊണ്ട് ഒരു അജയ്യ യജ്ഞത്തിൽ, ആ യജ്ഞത്തിൻ്റെ ഭാഗമാണ് ഇന്ന് സന്നിഹിതരായിരിക്കുന്ന കുറ്റപ്പുഴയിലെ ഈ ചെറിയ കൂട്ടം, ചിലപ്പോൾ 100-200 പേരടങ്ങുന്ന ഈ സഭ. ഇത് യേശുക്രിസ്തു ശ്രദ്ധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർമാരും അധ്യാപകരും പ്രിൻസിപ്പലും ഡോക്ടർമാരും നഴ്സുമാരും സാധാ തൂമ്പാവേലക്കാരനും ഒക്കെ അടങ്ങുന്ന സമ്മിശ്രമായ ഈ കൂട്ടത്തിൽ എഴുത്തുകാരും കവികളും പാട്ടുകാരും ഗായികകളും ഒക്കെ അടങ്ങുന്ന ഈ കൂട്ടത്തിൽ നിങ്ങളെ യേശുക്രിസ്തു ശ്രദ്ധിക്കുന്നു. കാരണം
പത്രോസിന്റെ മതത്തെ 2000 സംവത്സരങ്ങൾക്ക് ശേഷം ഈ കുറ്റപ്പുഴ എന്നുള്ള മനോഹരമായ ഗ്രാമത്തിൻ്റെ അഥവാ പട്ടണമായിക്കൊണ്ടിരിക്കുന്ന തിരുവല്ലയുടെ ഈ പ്രാന്തപ്രദേശത്തിൽ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ അംശികൾ. യു ആർ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓർഡൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്താൽ വേർപിരിക്കപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹീതമായ, ദൈവ ആത്മാവിനാൽ സ്പർശിക്കപ്പെട്ട ദൈവകൽപ്പനകളുടെ പ്രാധാന്യതയെ പ്രസ്താവിച്ചുകൊണ്ട്, സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് പുറപ്പാട് 20 മുതൽ 17 വരെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സഭാപ്രസംഗി 12:13 വായിക്കാം. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റസ് അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം ഒരു സുപ്രധാന വസ്തുത ശലോമോൻ ഉപസംഹരിക്കുകയാണ്. നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 12:13. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. Let us hear the conclusion of the whole matter. ദൈവത്തെ ഭയപ്പെട്ട് fear God അവന്റെ കൽപ്പനകളെ and പ്രമാണിച്ചു keep കൊള്ളുക. his command. That is the whole duty of man. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സകല മനുഷ്യർക്കും. നിങ്ങൾ ജൈനനാകാം, ബുദ്ധമത പിന്തുടർച്ച ഹൈന്ദവനാകാം, ബ്രാഹ്മണനാകാം, ക്രൈസ്തവനാകാം, അക്രൈസ്തവനാകാം, മുസൽമാനാകാം, വൈഷ്ണവോ ദേവിയുടെ ആരാധകനാണ്. എന്നെ കേൾക്കുന്ന സഹോദരി ലോകവ്യാപകമായി ശ്രവിക്കുന്നവരെ, അടുത്ത് അവശേഷിക്കുന്ന കുറേ മിനിറ്റുകൾ വളരെ അതിനാൽ എല്ലാവരും വേദപുസ്തകം തുറന്ന് നമ്മൾ പരിശോധിക്കാൻ. പത്രോസിന്റെ മതം ദൈവത്തിൻ്റെ സത്യസഭയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഈ പത്രോസിന്റെ മതം അഥവാ സത്യസഭ, അതിന് അടിസ്ഥാനപരമായ ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ പ്രമാണിക്കുന്ന സഭ. അത് ആഗോള വ്യാപകമാണ്, കാതോലികമാണ്, യേശുവിൻ്റെ സാക്ഷ്യത്തെ പിന്തുടരുന്ന സഭ. വെളിപ്പാട് 19:10, റെവലേഷൻ 19:10. വെളിപ്പാട് 19:10 വായിക്കാം. വെളിപ്പാട് 19:10. The testimony of Jesus is the spirit of prophecy. യേശുവിൻ്റെ സാക്ഷ്യം പ്രവചനത്തിൻ്റെ വായിക്കും. ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ The testimony of Jesus is the spirit of prophecy. ആയതിനാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 വിശുദ്ധ പുസ്തകങ്ങൾ, അതിലുള്ള 10 കണക്കിന് പ്രവാചകന്മാർ, ഈ സന്ദേശത്തെ അതിൻ്റെ തുടർച്ചയായിട്ട് അഖില ലോക സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് സഭ അവർക്ക് ദാനമായി ലഭിച്ച ഒരു വലിയ ഒരു സമ്മാനമാണ് സഹോദരി എലൻ ജി വൈറ്റ്. അവരുടെ 50 പുസ്തകങ്ങളും 10,000 ദർശനങ്ങളും അത് ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സ്നേഹിതരെ, ദൈവകൽപ്പനകൾ വേണ്ട എന്ന് ക്രൈസ്തവ ലോകം ഉൾപ്പെടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകം പറയുന്നു, പത്രോസിന്റെ മതം ദൈവകൽപ്പനകളിൽ it is held by the 10 commandments. It is on the explicit obedience of the 10 commandments. The Decalogue is so important. അത് മാറ്റപ്പെടാത്തതാണ്. റോമർ 7:12-14 ഈ മാറ്റപ്പെടാത്ത സാൻമാർഗിക ന്യായപ്രമാണത്തെ പറ്റി സവിസ്തര ദൈവസഭയുടെ അടയാളം, അതിൻ്റെ അടിസ്ഥാന ശില 10 കൽപ്പനകളിൽ അധിഷ്ഠിതമാണ്. നമ്മളിന്ന് ലോകത്തിലൊരു വലിയ തെറ്റിദ്ധാരണ, പ്രൊട്ടസ്റ്റാൻ്റ് മതത്തിൻ്റെ ഒരു പല്ലവി, കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവകൽപ്പന വേണമോ? അത് വലിയൊരു വിഷയമാണെന്ന് പ്രതിപാദിക്കുന്നില്ല. എഫെസ്യർ 2:8 ചൂണ്ടിക്കാണിക്കുന്നത്, for by grace are ye saved through faith and that not of yourselves. It is the gift of God. വായിക്കാം.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണക്കാരല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് ഈസ് ഗിവൺ ബൈ ദ ഗ്രേറ്റ് ജീസസ് ദ ക്രൈസ്റ്റ്. എന്നാൽ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു, റോമർ 3:31, ദൈവകൽപ്പന കൃപയ്ക്ക് എതിരാണോ? ഒരിക്കലുമല്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന പാപിയുടെ അവൻ്റെ ജീവിത ചൂണ്ടുപലകയും ദർശനവുമാണ് ജീവിത സാഹചര്യങ്ങളുടെ തനതായ സഞ്ചാരത്തിൽ അതിൻ്റെ വീഥിയെ കാട്ടുന്ന പ്രമാണങ്ങൾ. അതിന്ന് ക്രൈസ്തവ ലോകത്തിന് നിർഭാഗ്യവശാൽ വേണ്ടാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സെവന്ത് ഡേ അഡ്വെന്റിസം, റോമർ 3:31, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു. whether we deteriorate or decode the command, no. അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ഒരു നാളുമില്ല, no, not at all. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ. We establish the holy law herewith. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് ആരായിരുന്നു എന്ന് കർത്താവിനെ ദൈവികത്വത്തെ ചോദ്യം ചെയ്യുന്ന ലോകവ്യാപകമായ സാക്ഷികൾ, റദർഫോർഡിനാൽ രൂപപ്പെട്ട യഹോവയുടെ സാക്ഷികൾ യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ നമ്മൾ കൊളോസ്യർ 2:9 വായിക്കാം. യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം പിരിച്ചുവിടപ്പെട്ടിരിക്കണം. There is no relevance. അത് ഒരു ഹൈന്ദവ മതത്തിൻ്റെയോ ജൈനമതത്തിൻ്റെയോ നിരീശ്വരത്വത്തിൻ്റെയോ കൺഫ്യൂഷൻസത്തിൻ്റെയോ എല്ലാം ഭാഗമായിട്ട് വെറുതെ ജീവനില്ലാത്തൊന്ന്. എന്നാൽ യേശു ക്രിസ്തു അവൻ ജീവനുള്ള മൂലക്കല്ലായിട്ട് ഹി ഈസ് ദ കോർണർ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് ബൈ ഇസ്രായേൽ. അതാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. വായിക്കാം. കൊളോസ്യർ 2:9, Colossians 2nd chapter 9th verse. അവനിലല്ലോ in Jesus Christ the fullness of Godhead is seen. എല്ലാ യഹോവയുടെ സാക്ഷികളും വേദപുസ്തകം മറിച്ചും വായിച്ചും മുട്ടിന്മേൽ നിൽക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വേദപുസ്തകം എന്ത് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു. വായിക്കൂ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപം. വേറെ ഏതെങ്കിലും വാക്യം വേണോ വേദപുസ്തകത്തിൽ? ആമേൻ. മനുഷ്യരൂപത്തിൽ ദൈവത്തിന്റെ സർവസമ്പൂർണത, അതിൻ്റെ എംബോഡിമെന്റ്. ജീസസ് ഈസ് ദ എംബോഡിമെന്റ്. ഹി ഈസ് ദ ബോഡിലി എംബോഡിമെന്റ് ആൻഡ് പെർഫെക്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. എബ്രായർ 1:3 പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, ഹി ഈസ് ദി സീൽ ആൻഡ് ഡോക്ട്രിൻ. മുദ്രയാണ്. 1:3 എബ്രായർ. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ. ഹി ഈസ് ദ ക്രിയേറ്റർ ഗോഡ്. കൊളോസ്യർ 1:16. സംശയരഹിതമായിട്ട് എന്നെ കേൾക്കുന്ന ലോകവ്യാപകമായ എല്ലാ വേർപാടുകാരും, എല്ലാ പെന്തക്കോസ്തുകാരും, എല്ലാ പ്രൊട്ടസ്റ്റാന്റ് വിഭാഗത്തിലെ മെത്തേഡിസ്റ്റുകാരും എല്ലാം ശ്രദ്ധയോടുകൂടെ ശ്രവിക്കണം. കൊളോസ്യർ 1:16. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. By him was the creation, and for him was the creation, and in him dwelleth the fullness of Godhead. ഇതിനേക്കാൾ വേറെ വല്ല പദപ്രയോഗവും വേണോ? വ്യാകരണം അറിയാവുന്ന നിങ്ങൾക്ക് ചിന്തിക്കാം. In him, by him and for him. ജനാധിപത്യത്തെ ലോകപ്രസിദ്ധ അമേരിക്കൻ പ്രസിഡന്റ് ഗെറ്റിസ്ബർഗിൽ ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ലോകവ്യാപകമായി യേശു ക്രിസ്തുവിനാൽ അവൻ സൃഷ്ടാവാണ്. അവനാൽ ആകാശവും ഭൂമി ചരാചരങ്ങളും. സങ്കീർത്തനം 33:6-9
സങ്കീർത്തനക്കാരൻ ഈ ആശയത്തെ അഥവാ സങ്കീർത്തനക്കാരൻ ഈ ആശയത്തെ കടമെടുത്ത പരിശുദ്ധാത്മാവിനാൽ ഒരേ ആശയത്തെ സംയോജിപ്പിച്ചോ ആയിരിക്കും. 33:6-9 യഹോവയുടെ വചനത്താൽ ആകാശം അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തിലെ 9-ാമത്തെ വാക്യം 33:9 അവൻ അരുളി ചെയ്തു, He commanded and it stood fast. അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, He commanded. എന്ത് സംഭവിച്ചു? അങ്ങനെ സ്ഥാപിതമായി. It was established. God is the establisher of the kingdoms. God is the creator of Adam and mankind. God is the establisher of the holy matrimony. വിശുദ്ധ വിവാഹത്തെ സ്ഥാപിച്ച ഏദനിലെ ലോകം മുഴുവൻ ചവിട്ടുമതിക്കുന്ന അതിപുരാതനമായ 2 the most ancient institutions of Eden is the holy Sabbath and the holy matrimony. ഇതിനെ പ്രൊട്ടസ്റ്റാന്റ് ലോകവും ക്രിസ്ത്യാനികളും എല്ലാം ചവിട്ടുമെതിച്ച് പിശാചി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദാരുണാന്ത്യത്തിലേക്ക് വിശുദ്ധ സാബത്തും കല്യാണവും എത്തിച്ചേർന്നിരിക്കുന്ന ഈ വേളയിൽ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, പത്രോസിൻ്റെ മതം ദൈവകൽപ്പനകളെയും അതിലെ 4-ാം കൽപ്പനയായ സാബത്തിൻ്റെ പ്രസക്തിയെയും പ്രതിപാദിക്കുന്ന അന്താരാഷ്ട്ര പ്രവചന പ്രസ്ഥാനമാണ്. അത് പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. യെശയ്യാവ് 1:20 നമ്മൾ പുസ്തകം കൊണ്ട് പരിശോധിക്കാനാണ് വേദപുസ്തകം പറയുന്നത്. ഐസായ 1:20 പുസ്തകം കൊണ്ട് പരിശോധിക്കണം. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. വിശുദ്ധ മത്തായി 7:20-21 വിശുദ്ധ മത്തായി 7 നിങ്ങളുടെ ഫലങ്ങളാൽ നിങ്ങളെ തിരിച്ചറിയും. വിശുദ്ധ മത്തായി 7:20 ബൈ യുവർ ഫ്രൂട്ട്സ്. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. 21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവന്. Those who do കർമ്മയോഗികളായിട്ട് ഹിന്ദുമതം പഠിപ്പിക്കുന്ന ജോലി ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്ന അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇത് അജഗജാന്തരമാണ്. ഇന്നത്തെ ലോകമതങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യാസം. ഇതുകൊണ്ടാണ് അന്താരാഷ്ട്ര പ്രവചന പ്രസ്ഥാനമായ സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭ സത്യസഭയാണ്. അത് പത്രോസിൻ്റെ മതത്തെ പിന്തുടരുന്ന അന്താരാഷ്ട്ര ദൈവിക പ്രസ്ഥാനമാണ്. ലോകത്തെ ഈ കാലഘട്ടത്തിലേക്ക് നോഹയുടെ പെട്ടകത്തിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിളിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രവചന പ്രസ്ഥാനമാണ്. ഇതിൽ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭാഷാ വ്യത്യാസമന്യേ നിങ്ങൾക്ക് ലളിതമായിട്ട് കടന്നു വരാം. ആ പെട്ടകത്തിൻ്റെ വാതിൽ മനുഷ്യകരങ്ങളല്ലാത്ത കരങ്ങളാൽ അടക്കപ്പെടുവാൻ പോകുന്നു. പത്രോസിൻ്റെ മതത്തെ, ദൈവത്തിൻ്റെ സത്യസഭയെ, ആ സത്യസഭയെ ഇന്ന് 200 പേരും ലോകത്താകമാനമുള്ള മുഴുവൻ കോടി ജനങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കും. We have to reckon and recognize which is the church of God. ആയിരക്കണക്കിന് ക്രിസ്തീയ സമൂഹങ്ങൾ, ഞാൻ ഏകദേശം 25 കൊല്ലം മുമ്പ് ഒരു എക്സ്പ്രസ്സിലൊരു ലേഖനം എഴുതി. മാരാമൺ കാണാതിരുന്നത് 126 കൊല്ലക്കാലത്തെ മാരാമൺ പ്രസംഗം വെളിപ്പാടിൻ്റെ ഒരധ്യായങ്ങളും പ്രസംഗിച്ചില്ല. വെളിപ്പാടിൻ്റെ 14-ാം അധ്യായത്തെ ഒരിക്കലും സ്പർശിച്ചില്ല. വെളിപ്പാടിൻ്റെ 18-ാമത്തെ അധ്യായത്തെ ബാബിലോണിനെ തിരിച്ചറിയുന്നതിന് ജനലക്ഷങ്ങൾ അതിനാൽ 126 കൊല്ലത്തെ പരാജയമാണ് പമ്പ മണൽപ്പുറത്ത് നടന്ന മാരാമൺ കൺവെൻഷൻ. ലോകപ്രസിദ്ധ പ്രാസംഗികന്മാരെ സംബന്ധിച്ചു. ഒരു പ്രസംഗകൻ പറഞ്ഞത്, ഗാന്ധിയില്ലാത്ത സ്വർഗത്തിലേക്ക് അദ്ദേഹം കടക്കുകയില്ല. ഗാന്ധിയില്ലാത്ത സ്വർഗമല്ല ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം.
ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം നിങ്ങളെന്നുള്ള വ്യക്തി ഒരു പുണ്യവാളനോ പുണ്യവതിയോ ദൈവകൽപ്പനകളും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബെഥസ്ദക്കുളത്തിലെ ആ തളർവാദ രോഗിയെപ്പോലെ എഴുന്നേറ്റ് നടന്ന് തുള്ളിച്ചാടി യേശു അത്ഭുത രക്ഷകൻ, ജീസസ് ദ വണ്ടർഫുൾ സേവിയർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശേഷിപ്പ് സഭയും ലവോദിക്ക സഭയുടെ അടയാളങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട് തുള്ളിച്ചാടി സന്തോഷിച്ച് ജ്ഞാനസ്നാനം മുതിർന്ന ജ്ഞാനസ്നാനം സ്വീകരിച്ച് രൂപാന്തരപ്പെട്ട് വിശുദ്ധിയുടെ ജീവിതത്തിൽ ആരോഗ്യ നിയമങ്ങളോടുകൂടി ജീവിച്ച് ലളിതമായ പച്ചക്കറികളും വെള്ളവുമെല്ലാം കുടിച്ചുകൊണ്ട് ദാനിയേലിനെയും സ്നേഹിതന്മാരെയും പോലെ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര പ്രവചന ഇതാണ് സത്യസഭ. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? നിങ്ങൾക്ക് വിവേചന ശക്തിയുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാം. യോഹന്നാൻ 14:6, അപ്പോസ്തല പ്രവൃത്തികൾ 1:12 ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാം. ഐ ആം ദ വേ. യോഹന്നാൻ 14:6, അപ്പോസ്തല പ്രവൃത്തികൾ 4:12. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ I am the way and the only way and the unique way to God the Father. There is no other way. 4:12 അപ്പോസ്തല പ്രവൃത്തികൾ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സത്യസഭയെ കണ്ടുമുട്ടുന്നു. 33-ാമത്തെ അധ്യായത്തിൽ സംസാരിക്കുന്ന പാമ്പിനോട് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും, തിന്നരുത്, വിലക്കപ്പെട്ട കനി തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. യു ഷാൽ നോട്ട് ഈറ്റ് ദ ഫോർബിഡൻ ഫ്രൂട്ട് ഓൺ ദ ഡേ യു ഈറ്റ് ഓർ ഓൺ ദ ടൈം യു ഈറ്റ് യു വിൽ ഡൈ. ദൈവകൽപ്പനയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പത്രോസിൻ്റെ മതമുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ ഏദൻ പർദീസയിൽ സാബത്തിനെ കാക്കുന്ന പരിപാവനമായി ചിന്തിക്കുന്ന യേശുക്രിസ്തുവിനോടുകൂടെ സഞ്ചരിച്ച ആദവും ഹവ്വയും ദൈവാരാധനയെ പിന്തുടർന്നവര്, ആ സംസാരിക്കുന്ന സർപ്പം അവരെ നശിപ്പിച്ചപ്പോൾ ആ സത്യസഭ പ്രത്യക്ഷമായി. 1840 കാലഘട്ടങ്ങളിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വില്യം മില്ലറും ഹൈറം എഡ്സണും ജോസഫ് ബെയ്റ്റ്സും എലൻ വൈറ്റും ജെയിംസ് വൈറ്റും ഡോക്ടർ കെല്ലോഗും ഇങ്ങനെ പ്രഗത്ഭരായ ദൈവമനുഷ്യര് വീണ്ടും വേദപുസ്തകം പഠിച്ചു, പ്രവചനത്തെ പഠിച്ചു. അത് പ്രവചന വരമുള്ള പ്രസ്ഥാനമാണ്. ദാനിയേലിൻ്റെയും വെളിപ്പാടിൻ്റെയും അത്ഭുത സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന അന്താരാഷ്ട്ര അതാണ് പത്രോസിൻ്റെ മതം. അത് ആഗോള വ്യാപകമാണ്. 2300-ലധികം ഭാഷകളിൽ ത്രിവിധ ദൂതുകൾ അവതരിപ്പിച്ചുകൊണ്ട് അജയ്യമായി മുന്നേറുന്ന ആ സഭയിൽ ലോകത്തിലെ എല്ലാ ജാതികളിൽ നിന്നും വംശത്തിൽ നിന്നും വർഗത്തിൽ നിന്നും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജയ്യ പ്രസംഗകനായി സഞ്ചരിച്ച ഞാൻ ഉൾപ്പെടെ റോമൻ പള്ളിയും കമ്മ്യൂണിസവും രണ്ടും അപ്രസക്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അവൻ്റെ രക്ഷാ പദ്ധതിയെ വിളംബരം ചെയ്യുന്ന ആ വലിയ സമൂഹത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. പത്രോസിൻ്റെ മതം ലോകവ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെയും നിരീശ്വരവാദികളെയും ഭൗതികവാദികളെയും ശാസ്ത്രജ്ഞന്മാരെയും യഹോവയുടെ സാക്ഷികളെയും പെന്തക്കോസ്തുകാരെയും റോമാക്കാരെയും ഓർത്തഡോക്സ് പള്ളിക്കാരെയും ജൈനന്മാരെയും സിഖുകാരെയും എല്ലാം ക്ഷണിക്കുകയാണ്. മൈ ഡിയർ പീപ്പിൾ, കം ആൻഡ് അക്സെപ്റ്റ് ജീസസ്, ഹൂ ഈസ് ദ യുണീക്ക് ഹീലർ. ഹി ഈസ് ദ ലോർഡ് ഓഫ് ദ സാബത്ത് ആൻഡ് ഹി ഈസ് ദ റോക്ക് of the ages. യുഗാന്ത്യങ്ങളുടെ പ്രത്യാശയായ സംരക്ഷക പാറയായ
യേശു ക്രിസ്തുവിങ്കലേക്ക് നമുക്ക് സദയം സമർപ്പിക്കാം. അവൻ്റെ കൽപ്പനകളെ പിന്തുടർന്നുകൊണ്ട് ഈ വലിയ രക്ഷാപദ്ധതിയിലേക്ക് ലോകാവസാനം ആസന്നമായിരിക്കുന്ന ഈ 12-ാം മണി നേരത്ത് വിശുദ്ധ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 മുതലായ അധ്യായങ്ങൾ വിശദീകരിക്കുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് 24:14 നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി 24:14 ലോകാവസാന അടയാളങ്ങളിൽ ആത്യന്തികമായിട്ട് അവസാന ലക്ഷണം ഈ സുവിശേഷം ലോകത്തിൻ്റെ അമ്പാടും സത്യമതത്തെപ്പറ്റി, പത്രോസിൻ്റെ മതത്തെപ്പറ്റി തിരിച്ചറിയണം. എന്നെ കേൾക്കുന്നവർക്ക് ഇന്നത്തെ പള്ളികളെപ്പറ്റിയോ പ്രസ്ഥാനങ്ങളെ പറ്റിയോ സംശയമുണ്ടെങ്കിൽ 2 അടയാളങ്ങൾ. ഒരു കാക്കയ്ക്ക് 2 ചിറകുണ്ട്. ഒരു ചിറക് ഒടിഞ്ഞു പോയാൽ അത് വെറുതെ നിന്നടിക്കുന്നതായിട്ട് കാണാം. ലോക ക്രിസ്ത്യാനിത്വം ചിറകൊടിഞ്ഞ കാക്കയാണ്. ലോക മതങ്ങൾ ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ വിരണ്ട് തകർന്നു നിൽക്കുമ്പോൾ പത്രോസിൻ്റെ മതം പ്രഖ്യാപിക്കുന്നത് 2 അടയാളങ്ങളുള്ള, ദൈവകൽപ്പന പ്രമാണിക്കുന്ന, യേശുവിൻ്റെ സാക്ഷ്യത്തെ പിന്തുടരുന്ന, വിശുദ്ധ സാപത്തിനെയും മറ്റ് 9 കൽപ്പനകളെയും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഭാഗമായിട്ട് അംഗീകരിച്ചുകൊണ്ട്, ആരോഗ്യ തത്വസംഹിതകളെ പിന്തുടർന്നുകൊണ്ട് രാജകീയ പുരോഹിത വർഗമായിട്ട് സഞ്ചരിക്കുന്ന, ഒരു കാലത്ത് മുക്കുവന്മാരും ഒരു കാലത്ത് മദ്യപന്മാരും ഒരു കാലത്ത് നിരീശ്വരന്മാരും ഒരു കാലത്ത് വിവിധ സഭകളിൽ അറിയാതെ ചാഞ്ചാടി സഞ്ചരിച്ചവരും വിഗ്രഹാരാധികളും, നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഈ മധ്യാഹ്നത്തിൽ ക്ഷണം തരുന്നു. ദൈവത്തിൻ്റെ സത്യസഭയെ തിരിച്ചറിഞ്ഞ് പ്രവചന ശബ്ദത്തെ പിന്തുടർന്ന് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് നമുക്കൊരുമിച്ച് ആ തീർത്ഥയാത്രയിൽ പങ്കാളികളാകാം. അതിന് നിങ്ങളേവരെയും ആഗോള വ്യാപകമായി ക്ഷണിച്ചുകൊണ്ട് പത്രോസിൻ്റെ മതം ഇന്ന് പ്രതിനിധീകരിക്കുന്ന അന്താരാഷ്ട്ര സ്വതന്ത്ര അഡ്വെന്റിസ്റ്റ് സഭയുടെ, അത് മനുഷ്യനിർമ്മിതമല്ല. ഇറ്റ് ഈസ് ഓർഡൈൻഡ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഡെസ്റ്റിനി. പിതാക്കന്മാരുടെയും ആദാമിൻ്റെയും ആ മതത്തെ, എല്ലാ അപ്പോസ്തലന്മാരുടെയും കർത്താവായ യേശു ക്രിസ്തു പിന്തുടർന്ന ആ മതത്തെ, അത് പത്രോസിൻ്റെ മതമാണ്. അത് ലവോദിക്ക സഭയാണ്. യേശുവിൻ്റെ അത് പ്രവാചകനായ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ തീയിലൂതിക്കതിച്ച സ്വർണത്തെപ്പോലെ കണ്ണിൽ ലേപം വാങ്ങിച്ചുകൊണ്ട്, കാരണം കുരുട് സംഭവിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ കുരുടായ അന്ധകാരത്തിൽ വേദപുസ്തകത്തെ അനാശാസ്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റാന്റ് മതത്തിന് വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധ സാബത്തിൻ്റെ വ്യക്തമായ കാഹളധ്വനികളെയും യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് അപ്പോസ്തലിക സഭ 1-ാം നൂറ്റാണ്ടിലെ പള്ളി നിങ്ങളുടെ പള്ളിയാണെങ്കിൽ അത് പത്രോസിൻ്റെ മതമാണ്. അത് ശേഷിപ്പ് സഭയാണ്. അതിനെ പിന്തുടർന്ന് അപ്പോസ്തലികമായ കാതോലികമായ പത്രോസ് പിന്തുടർന്ന, പൗലോസ് പിന്തുടർന്ന, യേശു ക്രിസ്തുവിനാൽ അംഗീകൃതമായ ഗോത്ര പിതാക്കന്മാർ പിന്തുടർന്ന, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിന്തുടർന്ന, വീണ്ടും വരുന്ന യേശുവിനെ രാജാധിരാജാവായി സ്വീകരിക്കുന്നതിനൊരുങ്ങുന്ന ആ വലിയ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പങ്കാളികളാകണമേ. നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് ജ്ഞാനസ്നാനപ്പെട്ട് ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ അംശങ്ങളായി സഞ്ചരിച്ച് യേശു ക്രിസ്തുവിനെ എതിരേൽക്കുന്നതിന് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മനോഹരമായ ഗാനം പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്ന് ശ്രവിക്കും. അനുഗ്രഹീത ഗായിക നിങ്ങൾക്ക് വേണ്ടി പാടുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വീണ്ടും വരണമേ. മാറാനാഥ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലഘട്ടത്തിന് വേണ്ടുന്നുള്ള അതിമനോഹരമായ ഒരു വിലയേറിയ ദൂത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AJ ടിറ്റോ അവരിൽ നമുക്ക് ലഭിക്കുകയുണ്ടായല്ലോ. ദൈവകൽപ്പനയനുസരിച്ച് വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു മതം പത്രോസിൻ്റെ മതം ആകുന്നു എന്നുള്ളത് ഇവിടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വളരെ ശക്തമായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം, നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തൻ്റെ മകനെ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമായ കർത്താവ് പാസ്റ്റർ AJ ടിറ്റോ അവരുടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുന്നു. AP സെക്ഷൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും പാസ്റ്റർ AJ ടിറ്റോയെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗമായി നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്ന് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 976 പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. 976 പാട്ട് മനസ്സൊരുക്കുക നാം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശു സാക്ഷികളാം. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശു സാക്ഷികളാം. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനാ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനാ. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടു കൊയ്തെടുക്കും. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടു കൊയ്തെടുക്കും. ആത്മശക്തിയെ അടരാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. ആത്മശക്തിയെ അടരാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. തോടുകൾ തേടുന്ന മാൻപേടപ്പോൾ അതിദാഹത്തോടെ നമ്മൾ, തോടുകൾ തേടുന്ന മാൻപേടപ്പോൾ അതിദാഹത്തോടെ നമ്മൾ, ആത്മമാരിക്കാൻ പ്രാർത്ഥിച്ചിടുകിൽ അവൻ നമ്മെ നിറച്ചിടുമേ. ആത്മമാരിക്കാൻ പ്രാർത്ഥിച്ചിടുകിൽ അവൻ നമ്മെ നിറച്ചിടുമേ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവെ അറിയും. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവെ അറിയും. സഭയേകമാൻ ഒരു ദേഹമാൻ പ്രഭവീഷണം ഇഹത്തിൽ. സഭയേകമാൻ ഒരു ദേഹമാൻ പ്രഭവീഷണം ഇഹത്തിൽ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശു സാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി, കർത്തനേശു സാക്ഷികളായി. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധന നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിലയേറിയ ശബ്ദത്തിൻ്റെ മണിക്കൂറുകൾ വലിയവനായ ദൈവം ദാനം നൽകുകയും വിശുദ്ധ സഭത്തിൽ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.
ഇത്രത്തോളം വലിയവനായ ദൈവം എല്ലാവരെയും വിലയേറിയ കൃപയിൽ കാത്തു പരിപാലിച്ച മഹാകൃപയ്ക്കായ സ്തോത്രം. ലഭിക്കുന്ന സമയങ്ങളിലും ആ വിലയേറിയ കൃപകളും നന്മകളും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ദൈവമായ കർത്താവെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാലാന്ത്യത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ കർത്താവെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ, ദൈവിക ആലോചന പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗോളമായി പകർച്ചവ്യാധി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് തൊഴിലില്ലാതെ വളരെ ഭാരത്തിലും പ്രയാസത്തിലും നിരാശയിലും കഴിയുന്നു. അനേക ലക്ഷങ്ങൾ രോഗബാധിതരായി കഴിയുന്നു. വലിയവനായ സ്വർഗത്തിലെ ദൈവമേ, അവർക്കൊക്കെയും കർത്താവെ വിടുതലും ആശ്വാസം നൽകി സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഇതിൻ്റെ മധ്യത്തിൽ ആതുര സേവനം ചെയ്യുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്ന കർത്താവെ, കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഇതിനു വേണ്ടി ഒരു തക്കതായ മെഡിസിൻ കണ്ടുപിടിക്കുവാൻ കർത്താവെ ദേശത്ത് കർത്താവെ വിലയേറിയ കർത്താവ് വിടുതൽ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടിറ്റോ അവരുകളെ അങ്ങനെ തിരുസനിലേക്ക് വയ്ക്കുന്ന കർത്താവെ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കർത്താവെ എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ സത്യവേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ സ്വർഗത്തിലെ ദൈവം കർത്താവെ ആമേൻ കർത്താവെ തൻ്റെ മകനിൽ കൂടി ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കാൻ സ്തോത്രം. യഥാർത്ഥ പത്രോസിൻ്റെ മതം എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തൻ്റെ മകനിൽ കൂടി അടിയങ്ങൾക്ക് സാധിച്ച മഹാകൃപയ്ക്കായ സ്തോത്രം. തൻ്റെ ശുശ്രൂഷയെ കഴിഞ്ഞ നാളുകളിലൊക്കെയും അധികമായി അനുഗ്രഹിച്ചു. ലഭിക്കുന്ന സമയങ്ങളിലും ആ വിലയേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം തൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ആഗോളമായി ആമേൻ കർത്താവെ വിദൂരതയിലും ചാരത്ത് വരുന്ന ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ തിരുസനിലേക്ക് വയ്ക്കുന്ന കർത്താവേ, ആമേൻ കർത്താവെ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ സഹായിക്കണമേ. ഇത് സത്യമാകുന്നു എന്ന് വചനത്തിൽ കൂടി കർത്താവെ മനസ്സിലാക്കുവാൻ, വചനത്തെ ശോധന ചെയ്യുവാൻ ദൈവമേ ഇത് കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഇത് അന്ത്യനാളിന് വേണ്ടിയുള്ള ഒരു വിലയേറിയ ദൂതാകുന്നുവെന്ന് ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ സ്തോത്രം. ആമേൻ കർത്താവെ ലഭിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് ഞങ്ങളെല്ലാവരും മുൻപോട്ട് നീങ്ങുവാൻ ദൈവമേ സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുശ്രൂഷയുടെ ആദ്യോടൊന്നും കൂടെ ഇരുന്നതിനായി സ്തോത്രം. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് കിടത്താതെ ദോഷത്തിൽ വിടുവിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളോടും ലോകമാകമാനം ശ്രമിക്കുന്ന ദൈവമക്കളോടും കൊറോണ ഭീതിയിൽ അകപ്പെട്ട് ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ ജനങ്ങളോടും സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നും എന്നും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ആയിക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ശബത്തിൽ പല ഭവനങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളുമായി ഈ വിലയേറിയ ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഈ ശുശ്രൂഷ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ മുഖ്യ ശുശ്രൂഷ നടത്തിയ, അല്ലെങ്കിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് വചനങ്ങളെ ഘോഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AJ ടിറ്റോ ആറാട്ടോളം അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശിഷമേകും വിശുദ്ധ